അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. വലൈക്കും സ്ലാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് കുടുംബങ്ങളിൽ ആശ്വാസം പകർന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ കാരണങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകളും റേഡിയോ ശ്രോതാക്കൾക്ക് വലിയ പ്രതീക്ഷയായി തന്നെ തുടരുകയാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിലെ വിഷയങ്ങൾക്കുമൊക്കെ അതോടൊപ്പം ഏതു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഓരോ സ്നേഹക്കൂടുകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഭാര്യമാരുടെ ചില സങ്കടങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇൻഷാ അല്ലാ പീസ് റേഡിയോയുടെ സ്നേഹക്കൂടിലേക്കും ലൈവ് കൗൺസിലിങ്ങിലേക്കുമൊക്കെ ഭാര്യമാർ അയച്ച ഏതാനും ചില ചോദ്യങ്ങൾ, ശരിക്കും ആ ചോദ്യങ്ങൾ നമ്മൾ വായിച്ചാൽ തന്നെ അതൊരു നല്ല ഉപദേശമാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുടെ കിടപ്പ്. ഇത്രമാത്രം ഗൗരവമുള്ള വിഷയങ്ങൾ കുടുംബങ്ങളിലുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ, ഇത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമില്ലാത്ത കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭാര്യമാർ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ശരിക്ക് ഇത് നമുക്കുള്ള നല്ല ഉപദേശങ്ങളാണ്, ഭർത്താക്കന്മാർക്കുള്ള ഉപദേശങ്ങളാണ്. ഏതായാലും നമ്മൾ അത്തരം ചില ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം ഇൻഷാ അല്ലാ. ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഈ ചോദ്യങ്ങൾ നമ്മൾ നേരിട്ട് വായിക്കുകയാണ്. അപ്പോൾ അതിൽ വ്യക്തിയെ മനസ്സിലാക്കുന്ന ചില അടയാളങ്ങളുണ്ടെങ്കിൽ ആ അടയാളങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ വായിക്കുക. ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ സഹോദരിമാരും ഇവിടെ തന്നെയുണ്ട്. വളരെ മതനിഷ്ഠയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. വീട്ടിലെ ഏക മരുമകൾ എന്ന നിലക്ക് എപ്പോഴും ഭയങ്കര ഒറ്റപ്പെടുത്തലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ ആഴ്ചയും വീട്ടിൽ നിന്ന് മകളും അവരുടെ പേരക്കുട്ടികളും ഉപ്പയും ഉമ്മയും എല്ലാവരും പുറത്തു പോകും, ഭക്ഷണം കഴിക്കും, അവർ നല്ല രീതിയിൽ സന്തോഷിക്കും. എന്നാൽ അതിലൊന്നും എന്നെ അവർ ഉൾപ്പെടുത്താറില്ല. ഇനി വീട്ടിൽ നിന്നാണെങ്കിലും അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊന്നും ഒരു നിലക്കും അവർ ഉൾപ്പെടുത്താറില്ല. എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തലാണ് പതിവ്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം അവർ നല്ല സമീപനം പാലിക്കും. അത് കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ചു വന്ന എനിക്ക് ഇത്തരത്തിലുള്ള അവരുടെ സമീപനം ഭയങ്കര വേദനിപ്പിക്കലാണ്. പലപ്പോഴും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവളാണ്. അത്തരത്തിലുള്ള അവരുടെ സമീപനം ഇസ്ലാമികമാണോ? എല്ലാ കാര്യത്തിലും എപ്പോഴും അവർ കൂടെ കൂട്ടണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തുന്നത് നല്ല കാര്യമാണോ? എനിക്കെൻ്റെ ഭർത്താവിനോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടാൻ പറയാൻ പറ്റുമോ? ഇസ്ലാമികമായി പെൺമകളോടും മരുമകളോടും നീതി പുലർത്തേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അതിവിടെ ഓർമ്മപ്പെടുത്തണം. അവരെഴുതുന്ന അവരുടെ മനസ്സംഘർഷങ്ങളുടെ, അവരുടെ വിശാലമായ ലോകത്തിൻ്റെ ഒരു ചെറിയ വരികളാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. അപ്പം ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആംഗിളുകളോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പം അതിൻ്റെ പരിമിതി സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഉത്തരങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് അവർ വീണ്ടും ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം. പിന്നെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു ബന്ധവിച്ഛേദം, ഒരു കൂടിച്ചേരൽ, ഇതിലൊക്കെ ഒരു 2 വരിയിലെ മറുപടിയിൽ നിന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ ഒരു സിംഗിൾ കേൾവിയിൽ നിന്നോ അയച്ചൊരു ചോദ്യത്തിൽ നിന്നോ മാത്രം ആകരുത് എന്നും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റണം. അതോടൊപ്പം ഈ ചോദ്യം ശരിക്ക് ഒരുപാട് ആളുകൾക്കുള്ള, അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്കുള്ള ആശ്വാസവും മറുപടിയുമാണ്. കുറേയധികം ആളുകൾ അവരുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ഭർത്തൃ വീട്ടിൽ, സ്വന്തം വീട്ടിലൊക്കെ ഇങ്ങനെ വിഷമിച്ച് കഴിയുന്നവരുണ്ടാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വലിയ മനഃശാസ്ത്രം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാളും മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വിഷമിച്ച് അതിൽ നിരാശപ്പെട്ട് ജീവിക്കാതിരിക്കാൻ ഏറ്റവും പര്യാപ്തമാണ് എന്നാണ്. ഒരു പുരുഷൻ്റെ സ്പർശമോ ഒരു പുരുഷൻ്റെ സംരക്ഷണമോ ലഭിക്കാതെ വിവാഹമെന്നത് ഒരു സ്വപ്നം മാത്രമായി കഴിയുന്ന, ഇത്തിരി നീളം കുറഞ്ഞതുകൊണ്ട്, കുറച്ച് നിറം കുറഞ്ഞതുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന 10,000ങ്ങളുണ്ട്. സമൂഹത്തിലെ ആചാരങ്ങളും അനാചാരങ്ങളും നൂലാമാലകളും ഒക്കെ അതിലെ വലിയ ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങനെ വിവാഹം തന്നെ ഇല്ലാത്ത, അതിൻ്റെ പേരിൽ വിഷമാനുഭവിക്കുന്ന ആളുകളെ
കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വിവാഹ ജീവിതം കിട്ടി. ആ കിട്ടിയ വിവാഹ ജീവിതം നടക്കുന്ന ആ വീട്ടിൽ കുറച്ച് സംഘർഷങ്ങളുണ്ട്, കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നാലോചിക്കുമ്പോൾ അവർക്കൊരു സ്വാഭാവികമായ ആശ്വാസം യഥാർത്ഥത്തിൽ ലഭിക്കും. ഇവിടെ ഈ സഹോദരിയോട് നമ്മൾ പറയണത് അങ്ങനെ ആശ്വസിച്ച് ഇതിന് വേറെ പരിഹാരങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണം എന്നല്ല, ഒരാളോടും അങ്ങനെ പറയണില്ല. പക്ഷേ അവരൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടെന്ത് എങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം, ഒരു ചിന്ത അവർക്ക് ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ കാര്യത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ സഹോദരി എഴുതിയ വാചകത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, അവർ ആർക്കെതിരെയാണോ അവർക്ക് ആക്ഷേപമുള്ളത് ആ ആക്ഷേപമുള്ളവർ നല്ല ദീനീയായ ആളുകളാണ് എന്ന് അവർ പറയുന്നുണ്ട്. ശരിക്കും ഈ ദീന് എന്ന് പറയുന്നത് വലിയ ഏറ്റവ്യത്യാസങ്ങളുള്ളൊരു സംഭവമാണ്. അവർക്ക് ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യത്തിൽ ദീനില്ല. ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ദീനില്ല. വിവാഹത്തിൻ്റെ വിഷയം പറയുന്നിടത്തൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരനെക്കുറിച്ച് നടത്തിയ പ്രയോഗത്തിൽ മൻ തർലൗന ദീനഹു വഖുലുഖുഹു, നിങ്ങൾ ദീനിൽ തൃപ്തിപ്പെട്ട, സ്വഭാവത്തിൽ തൃപ്തിപ്പെട്ട. അപ്പോൾ ദീനിനെ മൊത്തം പറഞ്ഞതിൻ്റെ ശേഷം അതിൽ നിന്ന് സ്വഭാവം ഒന്ന് വേറെടുത്തി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് ഈ ദാമ്പത്യത്തിൽ അതിനൊരു പ്രത്യേക പ്രാധാന്യവും മഹത്വമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്തായാലും ആ സഹോദരി പറഞ്ഞതുപോലെ ഇവരെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരുടെ തോന്നലാണോ, അതല്ല റിയലി ആ വീട്ടിൽ സംഭവിക്കുന്നതാണോ? ഇനി ഈ സഹോദരിയോട് അവർ വിളിക്കാത്തതിന് അവരുടേതായ ന്യായങ്ങളും ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നഹ്നു നഹ്കും ബിവല്ലാഹിർ വല്ലാഹു യതവല്ല സറായിർ, നമ്മളൊരു പൊതുവേ ഇത് കേൾക്കുമ്പോൾ ആ കേൾവിയിൽ നിന്നുള്ളൊരു ഉത്തരമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആ കുടുംബം ആ രീതി നിർത്തേണ്ടതാണ്. അവരൊരിക്കലും വേദനിപ്പിക്കുന്ന ഇത്തരം സമീപനം ഉണ്ടായിക്കൂടാ. ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമും പ്രവാചകനും ഏത് മേഖലയിലും പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് മേഖലയിലും, ദാമ്പത്യമാവട്ടെ, വേറെ ഏത് മേഖലയാകട്ടെ, കുടുംബജീവിതമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, ചേർത്ത് പിടിക്കലല്ലാതെ മാറ്റി നിർത്തൽ ഇസ്ലാം ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും പഠിപ്പിച്ചിട്ടില്ല. അതായത് കുറ്റവാളികളെപ്പോലും ചേർത്ത് നിർത്തണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. മഹാകുറ്റങ്ങൾ, ഇപ്പോൾ എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയെപ്പോലും ജനങ്ങളെ അടിക്കാൻ ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തി പ്രവാചകൻ ചേർത്ത് പിടിച്ചു. പള്ളിയിൽ മൂത്രമൊഴിച്ച വ്യക്തിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു, അവരെ തിരുത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ ആരാകട്ടെ, പ്രായം ചെന്നവരാകട്ടെ, കുട്ടികളാകട്ടെ, ആരെയും ചേർത്ത് പിടിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം. അതോടൊപ്പം അവരൊന്നും ഇങ്ങനെ ഒരു വിഷമക്കാരിയായി പരാതിക്കാരിയായി ഒന്നും നിൽക്കേണ്ടയില്ല. അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോകാം, അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ സ്വസ്ഥമായി പുറത്തു പോകാം. അവർ ചെയ്യേണ്ടത് അതാണ്. അവർ ഭർത്താവിൻ്റെ കൂടെ ഇവരൊക്കെ പോണ പോലെ പുറത്തു പോകാം. അതിന് എതിരെ കമൻസും പ്രശ്നവും വരുമ്പോൾ മാത്രമല്ലേ ഈ വിഷയം ഒരു ശാന്തമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുള്ളൂ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്വസ്ഥതയും, ഉമ്മയും മക്കളും വാപ്പിയൊക്കെ ഒന്നിച്ചു പോകലാണെന്നാണെങ്കിൽ അത് വിട്ടുകൊടുക്കൂ. അവരെ നിങ്ങളതിന് ഫ്രീ ആക്കി കൊടുക്കൂ. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും പുറത്തു പോയിക്കോളൂ. ഇനി ഭർത്താവ് ഒരു പ്രവാസിയാണെന്ന് വിചാരിക്കുക. ഭർത്താവ് ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളമാരുടെ കൂടെ, വാപ്പാൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്കൊരു സ്പേസ് കണ്ടെത്താം. നിങ്ങളിങ്ങനെയൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ ഒരു അടുക്കള ജീവിയായി ജീവിക്കണമെന്നൊന്നും ആരും പറയണില്ല. ഇതിന് സമാനമായ ഒരു അനുവദിക്കപ്പെട്ട തലം നിങ്ങളുടെ ജീവിതത്തിൽ വേറുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വീട് മാറി താമസിക്കുന്നത് സംബന്ധിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി പറയുമ്പോൾ ഓരോരുത്തരും കുടുംബത്തിലെ ഓരോ മക്കളും വേറെ വേറെ വീട്ടിൽ താമസിക്കുന്നതാണ് വേണ്ടത്. എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളതല്ല ഇസ്ലാമികമായ കൺസെപ്റ്റ്. ഇപ്പോൾ 5 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ 5 ബ്രദേഴ്സും 5 വീട്ടിലേക്ക് മാറാണ് വേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാകും. ആ പരിമിതി വെച്ച് വീടുണ്ടാക്കാൻ കഴിയണത് വരെ ആ വീട്ടിൽ തന്നെ തുടരുക എന്നുള്ളതാണ് പൊതുവേ സ്വീകരിക്കുക. എന്നാൽ ഒരു വീടുണ്ടാക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ പൊതുവേ നമുക്ക് ആർക്കും പരിക്കില്ലാത്ത രീതിയിൽ ഭർത്താവിൻ്റെ ജോലിസ്ഥലം അല്ലെങ്കിൽ മക്കളുടെ സ്കൂളിൻ്റെ സൗകര്യം, ഇങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങൾ വെച്ച് നമുക്ക് മാറാലോ. ഈ തമ്മിലടിച്ചും ബഹളുണ്ടായും പ്രശ്നമായൊക്കെ ഒരു കുടുംബം കലങ്ങുന്നതിലേറെ നല്ലത് അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വസ്ഥമായ സ്പേസിലേക്ക് മാറാവുന്നതാണ്. അതേസമയത്ത് ഭർത്താവിൻ്റെ ഉപ്പ, ഭർത്താവിൻ്റെ ഉമ്മ, ഇവരുടെയൊക്കെ സംരക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് ചെറുതല്ലാത്ത പങ്കാ കാര്യത്തിലുണ്ട്. സമ്പൂർണ്ണമായും എല്ലാം കൂടി നമ്മുടെ തലയിലാണെന്നൊന്നും നമ്മൾ പറയണില്ല. പക്ഷേ ഭർത്താവ് നമുക്കും കുട്ടികൾക്കും
കുടുംബത്തിനും വേണ്ടി മറ്റൊരു സ്പേസിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഇവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. ആ നിലക്ക് ആ കാര്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവിടെ നിന്ന് സമ്പൂർണ്ണമായ അനീതിയും അക്രമവും പ്രതിഷേധവും പ്രശ്നമൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് സ്വാഭാവികമായ ചില ഇളവുകളും ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പരമാവധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഒരു സംതൃപ്തിയും സന്തോഷവും സംരക്ഷിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ തകരാറുകളില്ല. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള പോക്കിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. ഇത്തരമൊരു സംഘർഷഭരിതമായ എന്താ പറയുക മണിക്കൂറുകൾ അതിന് ഒരു ചുരുക്കങ്ങൾ ഉണ്ടാക്കാം. അത് വേറൊരു തലത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അതൊക്കെ ആകാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഭർത്താവിനൊരു പ്രകോപനം വരാത്ത രീതിയിൽ ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ നേരെ ഉമ്മാനെയും വാപ്പാനെയും വിളിച്ച് ഭർത്താവ് തട്ടിക്കയറുക എന്നുള്ളതാണ് ചിലപ്പോൾ ഉണ്ടാകുക. അതൊന്നുമില്ലാത്ത രീതിയിൽ സ്വസ്ഥമായി അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു ശാന്തമായ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഇത്രയും കാലം അവിടെ ക്ഷമിച്ചും സഹിച്ചും നിന്നു. ആ കുടുംബം ഒരു വാക്കേറ്റത്തിലേക്കും പ്രശ്നത്തിലേക്കും കലാപത്തിലേക്കും പോകാതെ നോക്കിയതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ സ്വബറിനുള്ള സമ്മാനം അത് വേറെ കിട്ടും. നമ്മളെപ്പോഴും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമൊക്കെയാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. ഒരുപക്ഷെ നിങ്ങൾ നീണ്ട വർഷങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലറ വലിയ കൂലി ഈ ഒരു കാര്യത്തിന് കിട്ടും. എന്നാൽ അങ്ങനെ സഹിച്ച് നീറേണ്ടതില്ല. ഏത് പ്രശ്നവും നമ്മളൊന്ന് എടുത്തിട്ട് അതൊന്ന് എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും, അതിന് ഏതൊക്കെ ആംഗിളുകളിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിക്കണം. അതൊരു പക്ഷേ കിണറ്റ് ചാടിയ ഒരാൾക്ക് ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെ സംബന്ധിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കിണറ്റിൻ്റെ പുറത്തുള്ള ഒരാൾക്ക് ഒരു കയറിട്ട് കൊടുക്കാം, ഒരാൾ ഒരു കസേര ഇറക്കി കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ഒരാൾ ഇറങ്ങിയിട്ട് തോളിൽ വെച്ച് കയറ്റാം. അങ്ങനെ പല വഴികളും പറ്റുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്തതുപോലെ ഇതിപ്പോൾ സ്നേഹക്കൂടിൽ നിങ്ങളെ എന്നുള്ള വ്യക്തിക്ക് ഒരു സ്പെസിഫിക് ആൻസർ തരുന്നതിൽ കൃത്യമായ മറുപടി തരുന്നതിൽ പരിമിതി ഉണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസത്തിലെടുക്കാവുന്ന ഇത്തരം വിഷയങ്ങളെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാവുന്ന, പോയി കുറ്റം പറഞ്ഞു ഉപ്പാൻ്റെയും പെങ്ങന്മാരെയും കുറ്റം പറഞ്ഞു എന്ന കമൻറ്റ് പറയിപ്പിക്കാത്ത ഒരാളോടൊരു ഐഡിയ ഒക്കെ ചോദിച്ച്, പ്രായം ചെന്ന ആളുകളാണ്, അങ്ങനത്തെ ആളുകളെ ഒരു കൈകാര്യം ചെയ്യാൻ ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിലൂടെ കൈകാര്യം ചെയ്താൽ അവർ നിങ്ങൾക്കിങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട് നടക്കാമെന്നാണ്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ഫിൽ ജുംല ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വബർ വലിയൊരു സംഭവമാണ്. അതിന് അള്ളാഹു റഹ്മാൻ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് അള്ളാഹു മനസ്സിന് വിശാലത കൊടുക്കട്ടെ. അവർ ദീനിയായ ആളുകളായതുകൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. അതവർക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരിപ്പോൾ ജുമാ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണ സ്ഥലങ്ങളിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഖത്തീബിന് നല്ല റോൾ എടുക്കാൻ പറ്റും. ആ ഖത്തീബിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചില ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്തുക, അവരുടെ വഴിക്ക് വിടുക. ഞാൻ പറഞ്ഞ പോലെ സന്തോഷത്തിൻ്റെ അനുവദിക്കപ്പെട്ട ഒരുപാട് മേഖലകൾ നിങ്ങൾക്കുണ്ട്. ആ മേഖല കണ്ടെത്തുക എന്ന് ചുരുക്കി പറയാൻ തോന്നുന്നു. പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് ഈയൊരു സന്ദേശം അത് എത്തിച്ചു കൊടുക്കാൻ പീസ് റേഡിയോ സ്നേഹക്കൂടിനായി പ്രത്യേകം ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഉറപ്പെടുത്താണ്. വീഡിയോ ആയി ഇത് കാണുന്ന ആളുകൾ ഇത് അത്തരം കുടുംബങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്ന ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, മറ്റൊരു സഹോദരി ഇതുപോലെ വേറെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് കുട്ടികളായപ്പോൾ 2 കുട്ടികളായി എന്നാണ് പറയുന്നത്. 2 കുട്ടികളായപ്പോൾ എന്നോട് സ്നേഹമില്ലാത്ത പോലെയാണ്. പൊതുവേ ദേഷ്യക്കാരനാണ്. ഞാൻ നല്ലോണം ഹസ്ബൻഡിന് സ്നേഹം കൊടുക്കുന്നയാളാണ്. അപ്പോൾ എന്നോട് 2 കുട്ടികളായപ്പോൾ പറയുക, നീ ഓവറാണ്, നിൻ്റെ വയർ ചാടി, ഇങ്ങനെ ഓരോ കുറ്റം പറയും. അത് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, അതോ അവർക്ക് വേറെ ബന്ധമുണ്ടായത് കൊണ്ടാണോ, അതോ എൻ്റെ തോന്നലാണോ? ഞാൻ മാനസികമായി നന്നായി തളർന്നിരിക്കുന്നു. ഒരു ആൻസർ പറഞ്ഞു തരണം. പിന്നെ മറ്റു സ്ത്രീകളോട് നല്ല സംസാരമാണ്. എൻ്റെ ഹസ്ബൻഡിന് എന്നെ വേണ്ടാത്ത പോലെ തോന്നും. ഹസ്ബൻഡിനെ ഞാൻ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിടും, എല്ലാ ഇഷ്ടത്തിനും അയക്കും. പക്ഷേ അദ്ദേഹം എന്നോട് ഒന്നിനും സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ മറ്റു സ്ത്രീകളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നേ, എന്നോട് എന്താ അങ്ങനെ സംസാരിക്കാത്തേ? അപ്പോൾ അവർ പറയാണ്, എന്നെ എന്നും കാണുന്നതല്ലേ, അതുകൊണ്ടാണ്. മറ്റുള്ള അങ്ങനെ സ്ഥിരം കാണാത്ത ആളുകളല്ലേ,
നേരം വൈകിയാണ് വീട്ടിൽ വരിക. അവർക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടോ അതോ എൻ്റെ സംശയമാണോ, എങ്ങനെ അറിയും എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ. വളരെ വിശാലമായൊരു ചോദ്യമാണ്. ഇത് കുറേ ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചർച്ചയിൽ അബ്ദുറഹ്മാനും കൂടി ഒന്ന് കൂടിയിട്ട് നമുക്ക് ആ ഒരു സംഭവം പൂർത്തിയാക്കാം. ഫസ്റ്റ് പൊതുവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നൊരു കാര്യമാണ് തോന്നൽ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, ഊഹങ്ങൾ. മൂന്നും ഒരേ ആശയത്തിലുള്ളതാണെങ്കിലും മൂന്നിനെ നമ്മൾ മൂന്നായി തന്നെ കാണുക. ഇതിൽ വിശുദ്ധ ഖുർആൻ വളരെ ക്ലിയറായി ഇന്ന ബഅദു ദന്നി ഇസ്മുൻ, ചില തോന്നലുകൾ, ചില ചിന്തകൾ, ചില ഊഹങ്ങൾ അത് തെറ്റാണ്. മാത്രമല്ല ഇയ്യാക്കും വദ്ദന്ന, നിങ്ങൾ ദന്നിനെ, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന ദന്ന അക്ദബുൽ ഹദീസ്, അല്ല ഊഹം എന്നുള്ളത് ഏറ്റവും വലിയ കളവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പിശാച് പൊതുവെ ഈ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സൃഷ്ടിക്കുന്നത് ഇത്തരം ഊഹങ്ങളും തോന്നലുകളും വിചാരങ്ങളൊക്കെയാണ്. ഈ കടലിൽ മനുഷ്യൻ്റെ ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ, അവൻ്റെ അടുത്ത് പിശാചുക്കൾ നടത്തിയ ഇടപെടലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു എന്നാണ് ഒരു പിശാച് റിപ്പോർട്ട് ചെയ്യണതെങ്കിൽ, അപ്പോൾ വലിയ ശൈത്താൻ ഫഖറബഹു ഇലൈഹി എന്നാണ്, അടുത്തേക്ക് കയറ്റിയിരുത്തും എന്നാണ്. അപ്പം നിക്കാഹ് കഴിയുന്നത് മുതൽക്ക് ഒരു ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാൻ ആവശ്യമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഈ തോന്നലുകൾ എന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. പ്രത്യേകിച്ചും അവിഹിതങ്ങൾ സംബന്ധിച്ച തോന്നലുകൾ, ഭർത്താവിന് വേറെ ബന്ധമുണ്ടോ എന്ന ചിന്തകൾ, ഇത് നമുക്ക് കൺമുന്നിൽ 100% ബോധ്യപ്പെട്ടാൽ പോലും ഒരു 1.5 മിനിറ്റ് ചിന്തിച്ചതിൻ്റെ ശേഷം മാത്രമേ അതിൽ ഇടപെടലുകൾ നടത്താവൂ. കാരണം നിങ്ങളുടെ ഭർത്താവ് അത് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ നോക്ക്, നിങ്ങളുടെ ആ പ്രവൃത്തി അതയാളുടെ വയറ്റത്തൊരു കത്തി കയറ്റണിലേറെ വലിയ പെയിനായിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് മാത്രമല്ല ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കെതിരിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇപ്പോൾ ലൈംഗികാരോപണങ്ങളൊക്കെ ഉയർത്തുമ്പോൾ അത് തെളിയിക്കാത്ത ആളാണ്, ആരോപണം ഉന്നയിച്ചിട്ട് തെളിയിക്കാത്ത വ്യക്തിയാണ് എന്ത് ചെയ്യുക, ശിക്ഷിക്കപ്പെടുക. ഇപ്പോൾ ഒരാൾ പബ്ലിക്കായി അങ്ങനെ ചെയ്യണതിനെ കണ്ടു എന്ന് വിചാരിക്കുക. ആ കണ്ടത് കൃത്യമായ തെളിവുകൾ 3-4 സാക്ഷികളെ ഹാജരാക്കാത്ത പക്ഷം ഈ വിമർശനം ഉന്നയിച്ച, ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് കുറ്റക്കാരനാകുക. മതപരമായ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് തന്നെ കേവലം തോന്നലുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഇത്തരം വിഷയങ്ങളെ ഒരാൾ കൈകാര്യം ചെയ്തുകൂടാ. നമുക്കങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചവനോട് ശരിക്കും പറയാം, പഠിച്ചവനെ അതെനിക്ക് നീ ബോധ്യപ്പെടുത്തി തരണം, കാണിച്ചു തരണം എന്ന് പറയാം. അപ്പോൾ അത് കാണും. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ഇല്ല എന്നാണ്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് കൂടിയുണ്ട്. തിരിച്ച് സ്ത്രീകളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. സംശയരോഗം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് ഉള്ള ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അവളുടെ അടുത്ത് ആരോ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പ്രവാസിയായിരിക്കും മൂപ്പര്, എന്നിട്ട് മൂപ്പര് CCTV വെച്ച് മോണിറ്റർ ചെയ്യും. അതല്ലെങ്കിൽ ഇങ്ങനെ മക്കളുടെ മുന്നിൽ നിന്ന് നിങ്ങളമ്മക്ക് ഇതാണ് പരിപാടി, ഇങ്ങനെയൊക്കെ പറയണം. അതിൻ്റെയൊക്കെ ഭീകരമായ ഇസ്രായേൽ അങ്ങ് ഫലസ്തീനിലിടുന്ന ബോംബിനേക്കാളും വലിയ പെയിനാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ സ്ത്രീ പുരുഷ ഇടപെടലുകൾ, സ്ത്രീയോട് അയാൾ നന്നായി സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് ആ വിഷയത്തിൽ ഭയങ്കരമായ പിഴവുണ്ട് എന്നുള്ളിടത്തൊന്നും നമുക്ക് പൂർണ്ണമായി എത്താൻ പറ്റില്ല. പിഴവ് അടിസ്ഥാനപരമായുണ്ട്, പിഴവ് അയാൾക്കുണ്ട്. ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട രീതിയുണ്ട്, ഒരു പുരുഷനോടൊരു സ്ത്രീ സംസാരിക്കേണ്ട രീതിയുണ്ട്. വലാ തഖ്ലഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഫയത്മഉല്ലദി ഫീ ഖൽബിഹി മറളുൻ, അപ്പോൾ മനസ്സിൽ രോഗമുള്ളവൻ അത് തെറ്റായ കാര്യങ്ങൾ ആഗ്രഹിച്ചു പോകും എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. ആ സംസാരം, ഒരു അതിർത്തി വിട്ട സംസാരം തനിക്ക് വിവാഹം കഴിക്കാവുന്ന സ്ത്രീയോടും തനിക്ക് വിവാഹം കഴിക്കാവുന്ന പുരുഷനോടും നടത്തുന്നതിനെ ഇസ്ലാം വളരെ കണിശായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏത് പുരോഗമനത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും പച്ചക്ക് നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവിഹിതങ്ങളും അതിലൂടെയുണ്ടാകുന്ന കൊലപാതകങ്ങളും ഒളിച്ചോട്ടങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അതിർത്തി ലംഘിക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. ആകാശമൊക്കെ അവിടെ തന്നെ ഉണ്ടാകും, അവനാൻ്റെ മാനം പോകും, മാത്രമല്ല അവനാൻ്റെ ജീവനും പോകും. ഞാനിത് പറയാൻ കാരണം ചിലപ്പോൾ വളരെ ആഴത്തിൽ ഇത് മനസ്സിലാക്കാത്ത ചില ആൾക്കാരുണ്ടാകും. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം
അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ തന്നെ ഉള്ള ഒരു അധ്യാപകൻ്റെ കൂടെ ബൈക്കുമ്പോൾ വന്നിറങ്ങി. ഇവർ വേറൊരു വഴിക്ക് പോവുകയാണ്. അപ്പോൾ കാറ് കയറിയപ്പോൾ ഒരു മരിച്ച ഫീലിങ്ങിൽ ഇരിക്കുകയാണ്. ഭർത്താവ് എന്താ അങ്ങനെ ഇരിക്കണമെന്നൊന്നും മനസ്സിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അവനിങ്ങനെ കണ്ണ് തുടക്കുന്നുണ്ട്. എന്താ കാരണം എന്നൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ പിടിച്ച് നിർത്തിച്ചു. എന്നിട്ട് എന്താണ് വിഷയം നിങ്ങൾ പറഞ്ഞു തരണം, എന്താണ് വിഷയം അപ്പോൾ അവനോട് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞ് അവൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയും കരഞ്ഞു. ഞാനതൊരു ഭയങ്കര പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല, എനിക്കത് അറിയില്ല. ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, സിസ്റ്റേഴ്സ് അങ്ങനെയാണ്, ഒക്കെ അങ്ങനെയാണ്. അത് മതപരമായി തെറ്റാണെന്നോ അങ്ങനത്തെ ഒരു കാര്യം എനിക്കറിയില്ല. ഞാനയാളെ ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യല്ലേ, ഞാൻ ഇറങ്ങി വരുന്ന ഒരു സമയം കൊണ്ട് അത് സമയം ലാഭിക്കാമെന്ന് വിചാരിച്ച്. മനസ്സിലായില്ലേ? ഇവനോട് അവൾ നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒരു തോന്നൽ, ഊഹം, ചിന്തയൊക്കെ കൂടെ അവിടെ വർക്കൗട്ടാകുകയാണ്. അവൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാൻ കാരണം കുട്ടികളൊക്കെ കൂടെ വിടുന്ന ആ സമയത്ത് വണ്ടി തിരിക്കാനും ബാക്കിയൊക്കെ സൗകര്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവന് ഫേവറായിട്ടാണ് ഈ കമൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഒരു അതിർത്തിക്കപ്പുറം സംസാരിക്കുന്നതൊക്കെ തെറ്റന്നെയാണ്. എന്നാൽ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു മതപരമായ ബോധ്യവും കാരണമൊക്കെ ഇല്ലെങ്കിൽ, ഈ സ്ത്രീക്കും ഇല്ലെങ്കിൽ, അവർ വളർന്നു വന്നാൽ കൾച്ചറൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരു വലിയ പ്രശ്നമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മതപരമായ വൈജ്ഞാനിക കൈമാറ്റത്തിലൂടെ, സംസാരങ്ങളിലൂടെ, തെളിവുകളിലൂടെ അത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? അതിലൊരു ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും എത്തും. എന്നാൽ ഈ ചോദ്യത്തിൽ പറഞ്ഞ കേസിൽ അയാളുടെ ചില ഡയലോഗുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ത്രീയെ കഴുത്തറക്കണതിന് തുല്യമാണത്. നിന്നെ പള്ള ചാടിയിട്ടുണ്ട്, നിന്നെ ഈ തടിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെ ബോഡി ഷേമിങ് നടത്തുന്ന ഇത്തരം പ്രയോഗങ്ങൾ കുറ്റകരമായ പ്രയോഗങ്ങളാണ്. അയാൾ പരിഹാസങ്ങളാണ്. അയാൾ അതിൻ്റെ പേരിൽ പരലോകത്ത് പടച്ചവൻ്റെ മുമ്പിൽ പല കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും. ഒന്ന് ആ ഡയലോഗുകൾക്ക് ചോദ്യം ചെയ്യപ്പെടും. തൻ്റെ ഭാര്യയെ ക്രൂരമായി ദ്രോഹിക്കണിന് ചോദ്യം ചെയ്യപ്പെടും. ഈ പള്ള വെറുതെ അടിയൊന്നുമല്ല, മൂപ്പർക്കും കൂടി ഉണ്ടായൊരു പങ്ക് അല്ലേ? മൂപ്പർക്കും കൂടി റോളുണ്ട്. മൂപ്പരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് സ്വാഭാവികമായിട്ടൊരു പ്രസവം കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ അറിയാം. അപ്പം നമ്മളെപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടൊക്കെ കളറിൻ്റെയും നിറത്തിൻ്റെയും ബോഡി സ്ട്രക്ചറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നതോടുകൂടെ അവർ തമ്മിലുള്ള ബോണ്ട് അതും ഇല്ലാതാകും. മറിച്ച് രണ്ടുപേരും വിശ്വാസത്തിൻ്റെയും നന്മയുടെയും ഒക്കെ തലത്തിൽ അറിഞ്ഞും പറഞ്ഞും ഉൾക്കൊണ്ടുവാണെങ്കിൽ അത് ഏത് അവസ്ഥ വരെ ഉണ്ടാകും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കാളും പ്രായം കൂടിയ, മോണ കാട്ടിച്ചിരിക്കുന്ന, പല്ലു കഴിഞ്ഞു തുടങ്ങിയ, ശരീരത്തിലെ രോമങ്ങൾ നരച്ചുപോയ, മുഖത്തെ അടക്കമുള്ള തൊലികൾ ചുളിഞ്ഞു പോയ ഖദീജ ബീവിയുടെ കൂടെയുള്ള ജീവിതത്തെ ഭയങ്കര സംഭവമായി വർണ്ണിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ ആദ്യത്തെ ഭാര്യയാണ്. അവിടെ തൻ്റെ സംഘർഷ നിമിഷങ്ങളിലും ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ദിനങ്ങളിലൊക്കെ അവർ കൊടുത്തൊരു തണലുണ്ട്. പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ജിബ്രീലിൻ്റെ വരവ്, അനുബന്ധ കാര്യങ്ങൾ, ശത്രുവിൻ്റെ ആക്രമണങ്ങൾ, പ്രതിരോധങ്ങൾ, അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവർ നിന്നു കൊടുത്തൊരു നൃത്തമുണ്ട്. ആ നൃത്തമടക്കമുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ സമ്പൂർണ്ണത കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും, ആ സഹോദരൻ ചെയ്യുന്നത് തനിച്ച തോന്നിയാസമാണ്. അങ്ങനെ തന്നെ പറയണം, തനിച്ച തോന്നിയാസമാണ്. പിന്നെ ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ, അതായത് ജീവിതത്തിൽ നമ്മളിങ്ങനെ രണ്ടുപേരും ആദ്യം കണ്ടു തുടങ്ങണ ആ സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥ ഉണ്ട്. അതൊക്കെ കുറച്ചൊരു നോർമലാവുമ്പോൾ കുറേയൊക്കെ ചെയ്യും. അതിങ്ങനെ നമ്മൾ വല്ലാതെ മൂലോമീറ്റർ വെച്ച് അളക്കുകയും അതിങ്ങനെ വല്ലാതെ നോക്കി നടക്കുകയും ചെയ്ത് പിന്നെ ഇങ്ങനെ തോന്നും, കൂടുണ്ട്, ഇത് നമ്മളോട് ഇഷ്ടം കുറയുന്നുണ്ട്, അപ്പുറത്ത് ഇങ്ങനെ ഏതോ താത്താനോട് വർത്താനം പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം ഇയാൾ ദേഷ്യക്കാരനുമാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ, ഒന്ന് മറ്റുള്ളവരോട് അയാൾ സംസാരിക്കുന്നു മാന്യമായി, കാരണം നാട്ടുകാരോട് പോയിട്ട് നിങ്ങളോട് പെരുമാറണമാതിരി പെരുമാറിയാൽ അയാൾക്ക് നല്ലൾക്ക് പെരീക്ക് വരാൻ പറ്റില്ല. അയലോകത്തെ പെണ്ണുങ്ങളെ പള്ളയാടി തരണല്ലേ, പല്ല് കൊയ്യും, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ല് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് അയാളുടെ തനി സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കില്ല. 2, നിങ്ങളടുത്ത് കുറച്ച് ഫ്രീ ആയിട്ട് അയാൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ടൊക്കെ പോകുമ്പോൾ അടുപ്പങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറലായൊരു ഒരു സ്പേസ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്താണ്, അയാൾ ദേഷ്യക്കാരനുമാണ്, കുറച്ച് പ്രകൃതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് ഒരിക്കലും അതേ നാണയത്തിൽ തിരിച്ചടിക്കൊന്നുമല്ല വേണ്ടത്. നമ്മൾ പറയുന്നു, നിങ്ങളെന്ത് ചെയ്യുക, നിൻ്റെ ശത്രുവിനോട് പോലും നീ നല്ല നിന്നാൽ അവൻ നിനക്ക് വലിയൊരു ഹമീമാകുന്നതാണ്, ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനും
സ്നേഹമുള്ളവനൊക്കെ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുക, നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ എന്തൊക്കെയായാലും നിങ്ങളെ കൂടെ അയാൾ ജീവിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളെപ്പോഴും കാണുന്നതുകൊണ്ടാണെന്ന് അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ദീനിയായ ചർച്ചകളും ക്ലാസ്സുകളും പരിപാടികളൊക്കെ നിങ്ങൾ പങ്കെടുക്കുക, അയാളേക്ക് കൂട്ടുക. അപ്പോൾ അതിലൊക്കെ ഉപരി നന്നായി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ലൈഫിലുള്ള എല്ലാ നല്ല നിമിഷങ്ങളിലും, ഇത് പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുടുംബങ്ങളിൽ മക്കളെ കാര്യത്തിലാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാര്യൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഒന്ന് രോഗിയാവുമ്പോൾ അതൊരു സ്പേസാണ് ആ മാനസിക ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈവൻ ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒക്കെ അവരൊന്ന് തളരുമ്പോൾ അവരെ താങ്ങി കൂടെ നിന്ന് സഹകരിപ്പിച്ച് അത് പിന്നെ എടുത്തു പറയരുത്, അന്ന് അങ്ങനെ അസുഖം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. നമ്മളുള്ളിൽ എന്ത് ചെയ്യണം, നല്ലോണം പ്രാർത്ഥിച്ച് എന്നോട് ഇങ്ങനെ ചെയ്യണ ഒരാളോട് ഞാൻ ഈ രീതിയിൽ പെരുമാറുന്നത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ള കൃപക്ക് വേണ്ടിയാണ്, പുണ്യത്തിന് വേണ്ടിയാണ്, അയാൾ എന്നോടുള്ള അടുപ്പം കൂടുതൽ ശക്തമാകാൻ വേണ്ടിയാണെന്നൊക്കെ മനസ്സിൽ നമുക്ക് നന്നായി പറയാം. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അയാൾ മോശമായി പെരുമാറുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളൂ, വേറെയും കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത്ര തന്നെ അല്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് പോകലാണ് വേണ്ടത്. പിന്നെ ഈ പെയിൻ അനുഭവിക്കുന്നത് നിങ്ങളാണ്, അതെത്ര ഡെപ്തിലുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹിച്ചും ഇടങ്ങാറായി നിൽക്കൽ മാത്രമൊന്നുമല്ല, അതിനാണ് ഇസ്ലാമിൽ മസ്ലഹത്ത് എന്നുള്ളൊരു ഭാഗം പറയുന്നത്. ഈ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ സമീപിക്കുന്ന വ്യക്തി വിവേകികളല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഡിവോഴ്സ് നോട്ടീസ് ഒരു ടൈപ്പ് ചെയ്ത് തരും തൊള്ളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വിശ്വാസപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറയാവുന്ന ആളുകളെ സമീപിക്കുക. ആ വിശ്വാസപൂർവ്വം പറയാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ പരപുരുഷന്മാരും നിങ്ങളും അയാളുടെ സംസാരത്തിൽ പ്രൈവസി ലഭിക്കുന്ന ആളും ആകരുത്. അവിടെ ശൈത്താൻ വേറെ പണി തരും. ഇയാൾക്ക് പുതിയ ഊഹങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ഇങ്ങനത്തെ മനസ്സംഘർഷങ്ങളിൽ നിന്ന് ആണ് ചില ആളുകളൊക്കെ അവരുടെ കൃഷി ഇറക്കൽ, അവരുടെ അവിഹിതത്തിൻ്റെ കൃഷി ഇറക്കൽ, അങ്ങനത്തെ അബദ്ധങ്ങളിൽ പോയിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാറ്റിലുപരി പ്രാർത്ഥനയും നല്ല പരിശ്രമമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി വരും എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത്. ഈ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ക്ലാസ് എടുക്കുന്ന ആൾ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗുണങ്ങൾ പറയുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഒരു ഉമ്മ, പ്രായമായൊരു ഉമ്മ കടന്നു വന്നു. കുടുംബസംഗമാണ്. കുടുംബസംഗമത്തിൽ ഉമ്മ സംസാരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് അസുഖം വന്നു കഴിയുമ്പോൾ കാലുവേദനയാണെങ്കിൽ ഞാൻ ഇരുത്തിയിട്ട് എൻ്റെ കാല് തടവിത്തരും. അപ്പോൾ അത് കുറേ നേരം ഇനി എൻ്റെ കാലുവേദന മാറുന്ന വരെ മൂപ്പർ ഉറങ്ങാതെ ഇരുന്ന് എൻ്റെ കാല് തടവിത്തരും എന്ന് പറയണം. എന്നിട്ട് അമ്മ കരഞ്ഞു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അസുഖം വരുമ്പോൾ കൂടെ ഉണ്ടാവുക, ഒരു സഹായിയായി ഉണ്ടാവുക എന്നുള്ളത്, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും ഇപ്പോഴും ആ ഓർമ്മയാണ് ഏറ്റവും നല്ലൊരു ഭർത്താവിൻ്റെ നല്ലൊരു ക്വാളിറ്റിയായി ഏറ്റവും ആദ്യം പറയാൻ അവർക്ക് തോന്നിയത് എന്നാണ്. ഈ ഭാര്യമാരെ ആക്ഷേപിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കിൻ്റെ ഒരു വലുപ്പം ഗൗരവം മനസ്സിലാക്കാൻ, ഇപ്പം നമ്മളെ വാക്കിൽ വല്ലതും വന്നു പോകുന്നുണ്ടോയെന്ന് ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും, അത് ഭാര്യമാരും ഭർത്താക്കന്മാരും ചിന്തിക്കാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ, സഫിയ റളിയല്ലാഹു തആല അൻഹയെ പറ്റി അവൾ ഒരു ചെറിയവളല്ലേ, ഒരു കുള്ളത്തിയല്ലേ, വലുപ്പം കുറഞ്ഞവളല്ലേ എന്ന്. ഇപ്പം നമ്മളെ ഭാഷയിൽ കുള്ളത്തി എന്നായിരിക്കും, പക്ഷേ ആ അറബി ഭാഷയിൽ അല്ലെ ആ രാജ്യത്തിന് അങ്ങനെ ഒരു അർത്ഥവും ചിലപ്പോൾ ഉണ്ടാവില്ല. ഉയരം കുറഞ്ഞവളല്ലേ എന്നൊരു സൂചന കൊടുത്തതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് കടലിൽ കലക്കിയാൽ കടൽ മുഴുവൻ അത് നാശമാകും നിന്റെ വാക്കുകൊണ്ടെന്ന്. അപ്പോൾ ഈ വാക്കൊക്കെ എത്ര ഗൗരവമുള്ള വാക്കാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നനഞ്ഞത് കണ്ടപ്പം അല്ലാഹു റസൂൽ എന്തേ ബിലാലേന്ന് ചോദിച്ചു. അപ്പം അബൂദർ എന്നെ നീ കറുത്ത ഉമ്മാൻ്റെ മോന് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പബ്ലിക്കിൽ പ്രവാചകൻ അത് കൈകാര്യം ചെയ്യണത്. പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തികളെ പബ്ലിക്കിൽ കൈകാര്യം ചെയ്യൂല. മനുഷ്യന്മാരെ നിങ്ങൾക്ക് എന്തേ പറ്റി അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. പക്ഷേ അബൂദർ ഇന്നക മ്രുഉൻ ഫീക ജാഹിലിയ, അബൂദർ നിന്നിൽ ജാഹിലിയത്തിൻ്റെ അജ്ഞാന കാലത്തിൻ്റെ അന്തവും കുന്തവുമില്ലാതെ നമ്മൾ ജീവിച്ച കാലത്തിൻ്റെ തിന്മകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അബൂദർ ഗിഫാരി അത് മനസ്സിലാക്കി നേരെ ബിലാലിൻ്റെ മുന്നിൽ തല വെച്ചുകൊടുത്തു, മുഖം വെച്ചുകൊടുത്തു, ചവിട്ടാൻ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ വാക്കിൽ നിങ്ങൾക്കുണ്ടായ വേദന എൻ്റെ ഇവിടെ തീർക്കൂ എന്ന് പറഞ്ഞു എന്നാണ്. പെട്ടെന്ന് അവർക്ക് രണ്ടാൾക്കും അത് ക്ലിയറായി. അപ്പോൾ ഈ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഭാര്യ ഭർത്താവിനോടും എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ശരിക്ക് ഈ ഇസ്രായേലിൻ്റെ
മിസൈലിനേക്കാളും ശക്തമായ വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ അങ്ങനെ നടക്കും. അടിയും ബഹളമൊന്നുമല്ല, അതിലേറെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാലത്തും മറക്കാത്ത വാക്കുകളൊക്കെ അങ്ങനെ പറയും. കുടുംബങ്ങളൊക്കെ അല്ലിച്ചില്ലിയാകുന്നതും ആത്മഹത്യയിലേക്ക് എത്തുന്നതും ബന്ധവിച്ഛേദം നടക്കുന്നതൊക്കെ അതിൽ തന്നെയാണ്. അപ്പം നാവിനൊരു നിയന്ത്രണം എല്ലാവർക്കും വേണ്ടതാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ശരിക്ക് അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പരിമിതികൾ അതിങ്ങനെ പരസ്പരം ആക്ഷേപമായി ഉന്നയിക്കുന്നതിന് പകരം അവരുടെ ശരീരത്തിൻ്റെ നന്മകൾ, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ വശങ്ങൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ശരിക്കും എടുത്തു പറയുകയും സൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ അത് പരസ്പരം ഒരു ബഹുമാനം കൂടാതെ അസ്ലിലെ ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ ശരിക്കും. ദാമ്പത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം മനോഹരമായ സൊല്യൂഷൻസ് പറഞ്ഞാരുമില്ല. ഇൻ കരിഹ മിൻഹ ഖുലുഖുൻ റളിയ മിൻഹ ഉഖ്റ. നിനക്ക് അവളിൽ നിന്ന് മോശകരമായൊരു അനുഭവം ഉണ്ടായാൽ നിനക്ക് സന്തോഷകരമായ വേറൊന്നുണ്ട്. ആ സന്തോഷകരമായതിൽ നീ മനസ്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മറ്റേത് നീ പൊറുക്കുക. അത് ആണിനോടും പെണ്ണിനോടും ഉള്ളതാണ്. ഭാര്യമാരുടെ കാര്യത്തിലാണത് പറഞ്ഞതെങ്കിലും തിരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ ബാധകമായതാണ്. ആ ഒരു പോളിസി സ്വീകരിച്ചാൽ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർക്കൊക്കെ സ്വാഭാവികമായ ദൂഷ്യങ്ങളുണ്ടാകും. ഒട്ടിച്ചേർന്ന് ജീവിക്കുമ്പോൾ അത് കൂടുതലുണ്ടാകും. ഈ പറഞ്ഞ പോലെ പുറത്തുള്ള ആളുകൾക്ക് നല്ല അഭിപ്രായമായിരിക്കും, ഉള്ളിൽ അഭിപ്രായം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാറുക്കും ലി നിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വേറെയും ചോദ്യങ്ങൾ നമ്മുടെ സ്നേഹക്കൂടിലേക്ക് അയച്ചതുണ്ട്. ഒരു ഭർത്താവിൻ്റെ ഡയലോഗാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ളത്. ഭർത്താവ് എപ്പോഴും 3 മൊഴിയുടെ ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കും. എനിക്ക് അസുഖം വരുമ്പോൾ അല്ലാ എനിക്ക് പണി കിട്ടോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നോക്കില്ല എന്ന് പറയും. എൻ്റെ സ്ഥലം, എൻ്റെ വീട് എന്ന രീതിയിൽ സംസാരം. അതേസമയം അവരുടെ കുടുംബക്കാരെല്ലാം സ്വന്തം, എൻ്റെ രക്തം എന്നൊക്കെ രീതിയിലുള്ള സംസാരം. എനിക്ക് ദേഷ്യം വരും, മോശമല്ലാത്ത രീതിയിൽ എന്നെ നോക്കും, ഇടത്തരം രീതിയിൽ. അത് ഇവരെ സംരക്ഷിക്കുന്നതും സമ്പത്ത് ചെലവഴിക്കുന്നതും ആണെന്നാണ് മനസ്സിലാവുന്നത്. എൻ്റെ സംശയം, എൻ്റെ രക്തം എന്ന് പറയുന്ന നോക്കാൻ ബാധ്യതയുള്ള കുടുംബക്കാർ ആരൊക്കെ, എന്നിട്ട് അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ആൺമക്കൾ അവരുടെയും അവരുടെ ഭാര്യമാരുടെയും സന്തോഷം, തൃപ്തി ആവശ്യമുണ്ടോ? കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മളെ കുട്ടികളുടെ PTA മീറ്റിങ്ങിനൊന്നും മറ്റും പോകാത്ത ആൾ മറ്റേ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ ഒക്കെ മക്കളുടെ മീറ്റിങ്ങിനും ഇതിനൊക്കെ പോകുന്നു. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചിലവഴിക്കുന്നു. ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, അത് വസ്തു പരസ്പരം കൈമാറ്റം ചെയ്തതിനെ പറ്റി പ്രത്യേകിച്ച് എഗ്രിമെൻറ്റോ രേഖകളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്തതുണ്ട്. അതൊക്കെ ശരിയാണോ? സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യമാണ് പ്രധാനം, ദീൻ നന്നായിട്ടുണ്ട് എന്ന് ഇവർ അതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ എഴുതുന്നതിൽ ഈ ദീൻ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ വല്ലാതെ കാണുന്നുണ്ട്. എന്താണ് അവർ ഉദ്ദേശിച്ച ദീന്? ശരിക്കും ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കൂ എന്ന് സഹാബത്തിനോടാണ് പറഞ്ഞത്. ആ സഹാബത്ത് അന്ന് അടിസ്ഥാനങ്ങളിലൊന്നും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ നിസ്കാരവും നോമ്പും കായാൽ തന്നെ ദീനായി എന്ന് വിചാരിച്ചു വെക്കേണ്ടതില്ല. വിവിധ വിഷയങ്ങളുണ്ട് മതത്തിൽ, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും പൂർണ്ണരാകുക എന്നുള്ളത് പ്രധാനമാണ്. ഇതൊരു പഴയ മോഡലാണ്. ഞാൻ എന്നെ 3 തുറക്കും, 3 പറഞ്ഞിട്ട് 3 തുപ്പും തുപ്പി ആണ് വിടുന്ന ഒരു പരിപാടി. 3 കാര്യങ്ങൾ തമാശയും കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയത്തിൽപ്പെട്ടതാണ് ഈ തൊലാഖൊക്കെ. അപ്പോൾ അതൊന്നും വെച്ച് ആരും കളിക്കരുത്, അതൊന്നും മാന്യതയല്ല. മാത്രമല്ല ഇവിടുത്തെ ഈ ഫെമിനിസ്റ്റ് ക്യാമ്പയിൻ, സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളുടെ ക്യാമ്പയിൻ, അതാണ് ശരി എന്ന് ഈ വീട്ടിൽ അടുക്കളയിലിരുന്ന് വ്ളോഗും പിന്നെ യൂട്യൂബും ഈ ചില അന്തംകമ്മികളുടെ രാത്രി ഇരുണ്ടാൽ തുടങ്ങുന്ന ചർച്ചകളും ഒക്കെ കണ്ട് നമ്മുടെ സ്ത്രീകൾ ചിന്തിക്കാനുള്ള സാധ്യത നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാണണം. അതാണ് അത്ര ആളുകളോട് പറയാനുള്ളത്. ചില സഹോദരന്മാരൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നതും നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. അത് അപ്പുറത്ത് വലിയ കിട്ടലായിട്ടും ഭയങ്കര ആഘോഷമായിട്ടും കൊണ്ടു നടക്കാറും ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ നടത്തുന്ന ഇത്തരം പ്രയോഗങ്ങൾ അത് വളരെ ഗുരുതരമാണ്. പിന്നെ ചില മനുഷ്യന്മാർ പിശുക്കന്മാരാണ്. അതാണ് ഈ പൈസയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയതിനെക്കുറിച്ചും മക്കൾക്ക് വേണ്ടി ചിലവാക്കിയതിനെക്കുറിച്ചും ഇങ്ങനെ കണക്ക് പറയും. ചിലവാക്കാനുള്ളതൊക്കെ ചിലവാക്കിയിട്ട് അവരെടുത്തുനിന്ന് എന്തെങ്കിലും ഒരു
അതിൻ്റെ ഒരു ഗുണം, ഒരു സ്നേഹം, അയാൾ തളരുമ്പോൾ ഒരു സംരക്ഷണം പോലും കിട്ടാത്ത വിധം അയാളുടെ അധ്വാനവും പൈസയൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇഷ്ടംപോലെ സാധനം പർച്ചേസ് ചെയ്യും, എന്നിട്ടിങ്ങനെ പറയാം അങ്ങനെ എത്ര റുപ്യയായി ഇത്ര റുപ്യയായി. അയാളുടെ ഫ്രണ്ട്സും പോയി ടൂർ പോകണതോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കണക്കിലുണ്ടാകില്ല. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഭയങ്കര വർത്താനായിരിക്കും. എന്നാൽ അയാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളെ പറ്റുള്ളൂ. അതിന് അയാൾക്ക് അയാളുടേതായ എക്സ്പ്ലനേഷനുകൾ ഉണ്ടാകും, വിശദീകരണങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് അബു സുഫിയാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അബു സുഫിയാൻ ഒരു പിഷ്കനായ മനുഷ്യനാണ് നബിയെ, എനിക്കും കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് ഇന്ന് എടുത്ത് നീ ഉപയോഗിച്ചോ, അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാനുള്ള പെർമിഷൻ പോലും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ട് ഒരു അറബിൻ്റെ കടയിൽ ജോലി ചെയ്ത ആളമാരി ആകരുത്. അറബിൻ്റെ കടയിൽ ജോലി ചെയ്ത് മലയാളിയായ ഒരു ചങ്ങാതി അറബി വന്നപ്പോൾ പറഞ്ഞു, വീട്ടിലൊരുപാട് പ്രാരാബ്ദമാണ്, ബുദ്ധിമുട്ടാണ്, ഞാൻ എല്ലാ ദിവസവും ഇതിൽ നിന്ന് 1000 ദിർഹം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് കൈയൊക്കെ കൊടുത്തപ്പോൾ അറബി പറഞ്ഞു മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ അവസാനം മൂപ്പര് 1000 ദിർഹംസ് വെച്ചെടുത്ത് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു മാതിരി നമ്മളെ സ്നേഹക്കൂടിൽ ഭർത്താവിൻ്റെ പൈസ പൊക്കാനുള്ള നിർദ്ദേശം വന്നു എന്നുള്ള നിലക്ക് എടുക്കരുത്. ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ അത് ചിലവ് കൊടുക്കണേൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല ചിലവ് കൊടുക്കണ ആരും യാതൊരു നിലക്കും വിഷമിക്കേണ്ടതില്ല. സ്വന്തം മക്കളുടെയും കുടുംബത്തിൻ്റെയും വായിൽ വെച്ച് കൊടുക്കുന്ന ഉരുളക്കടക്കയൊക്കെ കൂലിയാണ്. പക്ഷേ ഈ ഒരു ശാപവാക്കുകളോടുകൂടെ അത് ചെയ്താൽ കിട്ടൂല. മാത്രമല്ല വളരെ കൃത്യമായി ഇസ്ലാം വളരെ കണിശമായി പറഞ്ഞതാണ്, ഒരു ചെലവിന് കൊടുക്കേണ്ടവർക്ക് ചെലവിന് കൊടുക്കാത്തത് കണിശമായ ഭാഷയിൽ അത് പിന്നെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്കൊക്കെ നമ്മൾ ഈ കാര്യത്തെ കാണണമെന്നാണ് ആ ഒരു വാചകത്തിൽ പറയാനുള്ളത്. പിന്നെ അടുത്ത ആ സഹോദരിയുടെ ഒരു ചോദ്യത്തിൻ്റെ ഭാഗം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അവിടെ അവർക്ക് പയച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ചില സ്ത്രീകളുണ്ട്, പെങ്ങന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ അത് പ്രശ്നമാണ്. ഈ കേസിൽ അതുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ആദ്യ ഭാഗത്ത് അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പൈസ ചിലവാകണോ എന്നുള്ള ഒരു പിശുക്കനായ അയാൾ മാറുന്നുണ്ട്. പിശുക്കും ഈമാനും ഒരു സ്പേസിൽ ഒരിക്കലും ഒന്നിച്ചുണ്ടാവില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. പിശുക്കുണ്ടെങ്കിൽ ആ പിശുക്ക് മാറ്റണം. പിശുക്കിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പണികൾ അയാൾ എടുക്കണം. എന്നാൽ ഒരു വിഭാഗം സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറയാതിരുന്നൂടാ. ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കോ കുടുംബങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിങ്ങനെ അയാളെ പോയിട്ട് ഇങ്ങനെ ചൊറിയും, നമുക്ക് വീട് വെക്കണ്ടേ, നമുക്ക് ടെറസ് ഇടണ്ടേ, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ പൈസ അങ്ങനെ കൊടുക്കുകയാണ്, പൈസ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ സ്വത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് എത്രയാണ് തരേണ്ടതെന്ന് പടച്ചോൻ തീരുമാനിക്കണതാണ്. ആ പൈസയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ കിട്ടാനുള്ള വഴി കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ പ്രയാസത്തിലാകുമ്പോൾ അഫ്ളു സ്വദഖ എന്ന് പറയുന്നത് അൻത സ്വദ്ദഖ വ അൻത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖർ. നീ സ്വദഖ കൊടുക്കണം, നീ ആരോഗ്യവാനായിരിക്കെ, നിനക്ക് ദാരിദ്ര്യം വരും എന്ന് നീ ഭയപ്പെടുന്ന ഘട്ടത്തിൽ, നീ സമ്പന്നനാകണം എന്ന് നീ ചിന്തിക്കുന്ന ഘട്ടത്തിൽ, നിനക്കൊരു റിക്വയർമെൻ്റ്, ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ്, വീടിൻ്റെ 2ാം നില പണി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് പെങ്ങളെ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ വീടിൻ്റെ 2ാം നില എടുക്കുകയല്ല ഇപ്പോൾ വേണ്ടത്, നമ്മളെ കൊണ്ടാവും വിധം ഒരു സംഖ്യ അവിടെ കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ആരെയാണ് സഹായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാനും മനി സഹായിക്കൽ എന്തായാലും നിർബന്ധമാണ്, അതിൽ സംശയമല്ല. പിന്നെ അയാളുടെ കഴിവിനും ആസ്തിക്കും സാഹചര്യത്തിനും അയാളുടെ പെങ്ങന്മാരുടെയും അയാളുടെ ആങ്ങളമാരുടെയും അനിയന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ച് എന്തു ചെയ്യും, ആ വിധി അവരെത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ആ ഉത്തരവാദിത്തം വരും. അതൊക്കെ വരുമ്പോഴും സ്വന്തം ഭാര്യനെയും മക്കളെയും പട്ടിണി കിട്ടിയിട്ടല്ല. സാധാരണ പറയാറുണ്ട്, വൈദ്യരുടെ മോന് ചിരങ്ങും ചൊറിയും പിടിച്ച് മരിച്ചുപോയി. ഈ ചൊറി വന്നിട്ട് മരിക്കണമെങ്കിൽ എന്തുമാത്രം അവസ്ഥ ഉണ്ടാകും. അതായത് വൈദ്യരെല്ലാവരും ചികിത്സിക്കണതിൻ്റെ ഇടക്ക് സ്വന്തം കുട്ടിങ്ങനെ മാന്തി മരിച്ചു എന്നാണ്. അപ്പോൾ സ്വന്തം കുട്ടികൾക്ക് ഡ്രസ്സും കാര്യവും സംഗതി ഒന്നും എടുത്തു കൊടുക്കണില്ല, അവിടെ വീട്ടുചെലവ് നടക്കണില്ല, ഭാര്യൻ്റെ ചികിത്സ ഭയങ്കര ചികിത്സക്ക് പണം ചിലവാക്കുന്നതിനെ കുറിച്ച് ഭയങ്കര പ്രശ്നം, എന്നാൽ വേറുള്ള കാര്യത്തിൽ പോകുന്നൊരു സാഹചര്യം. ഇത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് അതിലൊരു കൺഫ്യൂഷൻ തോന്നുന്ന കാര്യം, സ്വന്തം കുട്ടികളുടെ PTA മീറ്റിങ്ങിന് മുമ്പ് പോകില്ല, മറ്റേ ജ്യേഷ്ഠൻ്റെ PTA മീറ്റിങ്ങിന് പോകുന്നതാണ്. അതിൽ അയാൾക്ക് എന്തോ ഒരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടാവും, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണതെന്ന്.
അത് നമുക്ക് അതിലൊരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നുകിൽ അയാൾക്കുള്ള വലിയ കടപ്പാടുകൾ ഉണ്ടാകും. ചില ആളുകൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. എടാ അതൊന്ന് പോണട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ തന്നെ പോകണില്ല കാക്ക എന്ന് പറയാനുള്ള കപ്പാസിറ്റി പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് പോകാൻ അവിടുന്ന് ആളില്ലാത്ത പ്രശ്നം ഉണ്ടാകും. ആ മനുഷ്യൻ ചെയ്യേണ്ടത് അയാളുടെ കുട്ടികളുടെ PTA മീറ്റിങ്ങിനും പോകണം. ചരങ്ങും ചൊറിയും പിടിച്ച് മരിച്ചാൻ വിടരുത്, അല്ലേ? സ്വന്തം കുട്ടിക്ക് ക്യാൻസർ ഉണ്ടാകുമ്പം അയലോക്കത്തെ കുട്ടീൻ്റെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ചീരാപ്പ് പറയും ജലദോഷത്തിന് ചികിത്സിക്കാൻ പോണ പരിപാടി അത് ശരിയല്ല. അപ്പം ഈ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായി കേട്ടിട്ടില്ല. അദ്ദേഹം പ്രകോപിതനാകേണ്ടതില്ല. അത് കേട്ടാൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറഞ്ഞോളി. അപ്പോൾ നിങ്ങളോടുള്ള മറുപടി എന്ത് ചെയ്യും നമ്മൾ പറയും. എനിക്കൊരു ഭയങ്കര അനുഭവമുണ്ട്. ആരിസ്മലായിട്ട് ഈ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോണിൽ നിന്ന് ഒരു നമ്പറിൽ നിന്ന് 2 മെസ്സേജ് വന്നു. ഒന്ന് ഭാര്യ അയച്ചതാണ്, മറ്റേത് ഭർത്താവ് അയച്ചതാണ്. അപ്പോൾ രണ്ടാളും അയച്ചത് രണ്ടാൾക്കും അറിയില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലായപ്പോൾ ആ വിഷയം ചർച്ചക്കെടുത്തപ്പോൾ അവസാനം പോലെ രണ്ടാളോടെയും മെസ്സേജ് അയച്ചു. എന്താണ്, നിങ്ങളെന്തെങ്കിലും മെസ്സേജ് അയച്ചിരുന്നോ പീസ് റേഡിയോക്ക്? നീ എന്തെങ്കിലും അയച്ചിരുന്നോ? അപ്പോൾ രണ്ടാളുടെയും പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അവലോകനം ചെയ്ത് എത്തിയപ്പോൾ അവസാനം ഒരു മെസ്സേജ് വന്നു, ഒരു വോയിസ് വന്നു. അല്ല, നമ്മളെ വീടിൻ്റെ എറയമ്പുറത്ത്, മലപ്പുറം ഭാഷ അതാണല്ലോ, വീടിൻ്റെ ബാക്ക് സൈഡിനാണ്, എറയമ്പുറത്തിട്ട് വന്നിരുന്നു നിങ്ങൾ. അതല്ല വല്ല മെഷീനും നമ്മളെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ പറഞ്ഞതൊക്കെ അവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം. അത് കേൾക്കാൻ തീർച്ചയായും നമ്മൾ വില്ലിങ്ങാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ പീസ് റേഡിയോയിലേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. അത് സുരക്ഷിതമായി നിങ്ങളുടെ പേരുവിവരങ്ങളോ നിങ്ങളെ വ്യക്തിയെ മനസ്സിലാക്കുന്ന അടയാളങ്ങളോ ഒന്നുമില്ലാതെ തന്നെയാണ് ഇൻഷാ അല്ലാ ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുക. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. അതിനുള്ള ഉത്തരങ്ങൾ പ്രതീക്ഷിക്കാം. അള്ളാഹു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.